സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? അല്ല, ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥി റെഡിയാണ്. ഒരു ടെൻഷൻ വേണ്ട. ഈ ചില ജില്ലകളിലെ പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇപ്പൊ പത്തനംതിട്ടയില്, കൊല്ലത്ത്, അവിടെ ഒന്നും ഒരു പ്രാദേശിക പ്രശ്നമില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ എങ്ങനെ പ്രാദേശിക പ്രശ്നം കൊണ്ടാണ്? നിങ്ങൾ പല ചാനലുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചിട്ട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇടും. അപ്പൊ ഓരോരുത്തർ എന്നിട്ട് ഓരോരുത്തരുടെ പ്രതികരണം നിങ്ങൾ പോയി ചോദിക്കും. ഞങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളെ അന്ന് അനുവദിക്കും. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനെങ്കിൽ ഞങ്ങൾക്കൊരു അവസരം എന്താ? എന്തിന്റെ ആദ്യം എന്ത് ചെയ്യാനാണ്? അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അടൂരിലൊന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ ഒരു നിങ്ങൾ ഈ വാർത്ത കൊടുത്ത് കുഴപ്പമുണ്ടാക്കല്ലേ പ്ലീസ്. നിങ്ങൾ ആ BJPയുടെ ഒന്നും ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. എവിടെ കൊടുക്കും? നിങ്ങളൊന്നും കൊടുക്കണല്ലോ. നിങ്ങള് പറഞ്ഞത് അദ്ദേഹം മത്സരിക്കുമെന്ന് ആവർത്തിക്കുകയാണ്. മാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അദ്ദേഹം തന്നെ ഇട്ടതാണ്. എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇട്ടാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ കുഴപ്പം? കണ്ണൂരിനെ പറ്റി അദ്ദേഹം വികാരഭരിതമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂര്. അതിനേക്കാളും വലുതാണ് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. എന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ അത്ര വലിയ നേതാവല്ലല്ലേ ഞാൻ. എന്തായാലും എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. അതൊന്നും അവരൊരു തീരുമാനിക്കുന്നതല്ലല്ലോ. മത്സരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കും. VD സതീശൻ മത്സരിക്കണമെന്ന് ആരും KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ, ആരും സ്വയം സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കണ്ട. പാർട്ടി തീരുമാനിക്കുന്നവരാണ് സ്ഥാനാർത്ഥികൾ. അതിന്റെ അപ്പുറത്തോട്ട് ആരും പോകണ്ട. ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ തീരുമാനിക്കുമല്ലോ. UDF തീരുമാനിക്കട്ടെ. ഞങ്ങളൊന്നും അനുവദിക്കുക. നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥികളെ കിട്ടാതാവുമ്പോ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുക. ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥിയാണ് ഓരോ നിയോജകമണ്ഡലത്തിൽ. എന്നിട്ട് അത് കിട്ടാത്ത ആളുടെ അടുത്ത് പോയിട്ട് നോക്കും, മറ്റേ ആളാണ് സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അയാൾക്ക് വിഷമമായിട്ട് അയാൾ എന്തെങ്കിലും പറയും. അല്ല, അതൊക്കെ നേരത്തെ എത്ര പ്രാവശ്യം പറഞ്ഞ അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം MP-മാരെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇങ്ങോട്ട് മത്സരിക്കാൻ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് AICCയുടെ ദേശീയ നേതൃത്വം. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു തീരുമാനം എടുത്ത് പറഞ്ഞേനെ. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. AICC നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യം. എല്ലാ ദിവസവും ഇതന്നെ ചോദിക്കാം, വേറെ വല്ലവരെ ചോദിക്കാം. താങ്കൾ വീണ്ടും കള്ളം പറയുകയാണ്. അതായത് താങ്കൾ ഇന്നലെ പറഞ്ഞത് നല്ല പോസ്റ്റ് ഇട്ടതെന്നാണ്. അല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ പോസ്റ്റ്. അതാ എനിക്കറിയില്ല. ഇന്നലെ പറഞ്ഞ അതല്ല. അതെനിക്കറിയില്ല. CPM കാര്യം ഉണ്ടായിരിക്കുന്നത്. CPM കാര്യം ഉണ്ടായിരിക്കണായിരിക്കും. പറവൂര് പോസ്റ്റ് വെച്ചിട്ട് എന്താ കാര്യം? പറവൂരിൽ എന്താ പ്രശ്നം? പറവൂരിലാണ് അദ്ദേഹം മത്സരിക്കുക, സീറ്റ് ചോദിച്ചേക്കണത്. അത് ഞാൻ മാറിക്കൊടുക്കുക. ശബരിമല SIT അഭിനന്ദിച്ച് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ശബരിമല SITയുടെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഒരു പ്രിലിമിനറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SITക്ക് കഴിഞ്ഞില്ല. കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കും വിശ്വാസികളായ ആളുകൾക്കും ഉത്കണ്ഠയുണ്ട്, പ്രതിപക്ഷത്തിന് ഉത്കണ്ഠയുണ്ട്. കാരണം ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കും എന്നുള്ള സംശയമുണ്ട്. ഒരു തെളിവ് SIT ശേഖരിക്കുന്നില്ല. ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അനാവശ്യമായി കോടതി തന്നെയാണ് പറഞ്ഞത്, അനാവശ്യമായി തെളിവിന്റെ കണിക പോലും ഇല്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് പറയും. SIT തന്ത്രി അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് കോടതി തന്നെയാണ് പറഞ്ഞത്. കോടതി തന്നെയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി. അത് കോടതിയുടെ. പക്ഷേ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ മുഴുവൻ ആളുകളും പുറത്തിറങ്ങി. ഇനി വല്ല തെളിവുണ്ടെങ്കിൽ അവർ നശിപ്പിക്കുകയും ചെയ്യും. അവര് ചെയ്തല്ലോ. അതിന് ഇന്ന് എന്തൊക്കെ ന്യായീകരണമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്? ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് പ്രതിപക്ഷം ഭയങ്കര കുഴപ്പമാണെന്ന് പറയാണ്. കോടതിയിലൊക്കെ തോറ്റുപോയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. അത് എനിക്കറിയില്ല. അവരുടെ ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല.
അത് അവര് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് ഏജ് ഉണ്ടോ ഇല്ലെന്ന്. പക്ഷെ ഇതൊക്കെ മന്ത്രിമാരൊക്കെ പോകുമ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് പോണ നല്ലതാണ് അവർക്ക്. ഈ യുവതി പ്രവേശനത്തിലെ നിലപാട് മാറ്റമേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. സംശയം എന്താ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ ചോദിക്കട്ടെ, UDF സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ് കറക്റ്റ് ചെയ്തല്ലേ ഇവര്, അല്ലേ, മാറ്റിക്കൊടുത്തല്ലേ? എന്നിട്ട് ആ അഫിഡവിറ്റ് ഇപ്പോ ഇത്രയും വർഷത്തിന് ശേഷം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം, ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, നവോത്ഥാന നായകന്മാരാണ്, പിന്നെ എന്താണ് വൻ മതില് കേരളത്തിലുണ്ടാക്കി ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോ ഇട്ടിട്ട് ഓടിയ ഓട്ടം, ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. പിണറായി വിജയനും കൂട്ടരും ഓടുവാണ്, പഴയ നിലപാടിൽ നിന്ന് പിന്തിരിച്ച് ഓടുകയാണ്. ആ ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കില്ല, അത്ര വലിയ ഓട്ടമാണ് ഓടുന്നത്. ഇല്ലെന്ന് എടുക്കുമ്പോ അറിയിക്കില്ലേ, നിങ്ങളെ അറിയിക്കില്ലേ? എവിടെ അവിടെ പോയി ചോദിച്ചല്ലേ, സമ്മതിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രാവിലെ ഒരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങൾ തന്നെ ചെന്ന് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും. ആകാശത്ത് നിന്നാണ് വാർത്ത ഉണ്ടാക്കുന്നത്, പല വാർത്തകൾ ആകാശത്ത് നിന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും അല്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യതയെ പോവുള്ളൂ. പിന്നെ എല്ലാ പാർട്ടികൾക്കും ഒരു പ്രൊസീജിയറില്ലേ. ഇപ്പോ എന്നോട് ചോദിക്കും, എന്താ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ? CPM 8-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, തെരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നു, അവരതുകൊണ്ടാണ് മാറ്റിവെച്ചത്. അവരതുകൊണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് അനൗൺസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പിനൊരു അനിശ്ചിതത്വം വന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യഘട്ടം എപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കുമല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴേ പറഞ്ഞു, 50 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പൊ തന്നെ അന്നത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം പ്രഖ്യാപിക്കേണ്ട ദിവസം ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. മറ്റേത് വേണമെങ്കിൽ 24 മണിക്കൂറിനകം അടുത്ത ലിസ്റ്റും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ചോദിക്കുകയാണ്, ഈ തിങ്കളാഴ്ച എങ്ങനെ ഇത് അനൗൺസ് ചെയ്തിട്ട് മെയ് ആദ്യ വാരത്തേക്ക് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് മാറ്റിയല്ല, പെട്ടുപോവില്ലേ? അതല്ലേ CPM അനൗൺസ് ചെയ്യാത്തത്? അത് കോൺഗ്രസിൽ എന്തോ കുഴപ്പമാണ്, UDF എന്തോ കുഴപ്പമാണെന്നുള്ള മട്ടിൽ ഇത് തന്നെ ചോദിക്കല്ലേ ദയവേത്. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഇത് വൈകി, അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് മാർച്ച് 1 അനൗൺസ് ചെയ്തത്. ഇതിപ്പോ 15ആയി. ഇപ്പോഴും ഈ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുവാണ് പല സ്ഥലത്തും. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇലക്ഷൻ കമ്മീഷനും പല സ്ഥലത്തും സന്ദർശനം നടത്തുവാണ്. ഇനി വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നടത്തുമോ ഇല്ലെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പ്രായോഗികമായി ഞാൻ CPM-നെ കളിയാക്കിയല്ല പറഞ്ഞത്. അവർ 8-ാം തീയതി അനൗൺസ് ചെയ്യുന്നുണ്ട്, അവർ മാറ്റിവെച്ച ഇതേ കാരണം കൊണ്ടാണ്. ഞാൻ അവരെ പരിഹസിച്ചല്ല പറഞ്ഞത്, അവരും ഇതേ കാരണം കൊണ്ടാ മാറ്റിവെച്ചത്. BJP അതുകൊണ്ട് അതേ അവർ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് UDF-ഉം കോൺഗ്രസുകളില് അതൊക്കെ അങ്ങനെയല്ലേ, സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിട്ട് പലതരത്തിൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുക. അപ്പൊ നമ്മളതെല്ലാം കൂടി നോക്കിയിട്ട് ചെയ്യും, മനസ്സിലായില്ലേ? ഞാനും പണ്ട് പോയിട്ട് 96-ല് NSY സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നോട് എല്ലാ നേതാക്കന്മാരോട് പറഞ്ഞു, KPC പ്രസിഡന്റിനോടും അന്നത്തെ CLP ലീഡറോടും, അന്ന് C വയലാർ രവിയും C K കരുണാകരനും അതുപോലെ AK ആന്റണി, ഞാൻ ആ 3 പേരോടും പോയി പറഞ്ഞു എനിക്ക് സീറ്റ് കിട്ടിയാൽ മത്സരിക്കാന്ന് പറഞ്ഞു. ഒരു തരത്തിൽ സമ്മർദ്ദമല്ലേ? ഞാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാ, പിന്നെ ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കാം, ഞാൻ മത്സരിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട് 30 കൊല്ലം മുമ്പ്. മനസ്സിലായില്ലേ? അതിനൊക്കെ എന്താണ് തെറ്റ്? എല്ലാ പാർട്ടിയിലും ഇല്ലേ? പല പാർട്ടിയിലും ഇപ്പൊ സീറ്റ് കിട്ടാതിന്റെ ആളുകൾ പുറത്തിറങ്ങണ കണ്ട. പണ്ട് കോൺഗ്രസിലൊക്കെ മാത്രമേ UDF-ലൊക്കെ ഉള്ളൂ, ഇപ്പൊ അതൊന്നും അല്ല. നിങ്ങളെ കുറച്ചുകൂടി റെഡി ആയിട്ടിരിക്കുക, കുറച്ചുകൂടി വിസ്മയങ്ങൾ കാണാം.